വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 19-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള തിരുവചനങ്ങൾ. ഈ ഒരു ഭാഗത്ത് നമുക്കെല്ലാവർക്കും സുപരിചിതമായ ഒരു കഥയാണ് സക്കേവൂസിന്റെ മാനസാന്തര കഥ. ഈ സക്കേവൂസ് എന്നൊരു മനുഷ്യനെ കുറിച്ച് 3 കാര്യങ്ങളാണ് ബൈബിൾ പറയുന്നത്. 1, അദ്ദേഹം ധനികനായിരുന്നു. 2, അദ്ദേഹം ചുങ്കക്കാരിൽ പ്രധാനിയായിരുന്നു. 3, അദ്ദേഹം പൊക്കം കുറവുള്ള ആളായിരുന്നു. ധനികനായിരുന്നു എന്നത് നല്ലൊരു കാര്യമാണ്. എന്നാൽ ചുങ്കക്കാരനായിരിക്കുക, പൊക്കം കുറവുള്ളവനായിരിക്കുക, ഈ 2 കാര്യങ്ങളും അത്ര നല്ല കാര്യങ്ങളായിരുന്നില്ല. ഈ ചുങ്കക്കാരെന്ന് പറയുന്നത് യഹൂദന്മാരുടെ ഇടയിൽ പാപികളുടെ ഗണത്തിൽ എണ്ണപ്പെട്ടിരുന്നവരായിരുന്നു. അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, റോമൻ ഗവൺമെന്റിനു വേണ്ടിയാണ് ഇവർ ചുങ്കം പിരിച്ചിരുന്നത്. റോമൻ ഗവൺമെന്റിനു വേണ്ടി ജോലി ചെയ്തിരുന്നത് കൊണ്ട് തന്നെ ഇവരെ സമൂഹം ഒറ്റപ്പെടുത്തിയിരുന്നു. ഇവർ പാപികളുടെ ഗണത്തിൽ എണ്ണപ്പെട്ടിരുന്നു. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ഈ സക്കേവൂസ് സമൂഹത്തിന്റെ ഇടയിൽ ഒറ്റപ്പെട്ട ഒരു വ്യക്തിയാണ്. അതിനുശേഷം പറയുന്നത് അദ്ദേഹം പൊക്കം കുറവുള്ളവനായിരുന്നു എന്ന്. ശാരീരികപരമായിട്ടുള്ള ഈ ഒരു കുറവ് അവനിൽ അപകർഷതയ്ക്ക് കാരണമായി എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഈ 2 കൂടെ വെച്ച് നോക്കുമ്പോൾ ഈ സക്കേവൂസ് ആന്തരികമായി മുറിവേറ്റ ഒരു മനുഷ്യനാണെന്ന് നമുക്ക് വ്യക്തമാണ്. പക്ഷെ അദ്ദേഹത്തിന് ഒരാഗ്രഹം വരികയാണ് യേശുവിനെ കാണാൻ. അപ്പോൾ സക്കേവൂസ് ഓടി ഒരു സിക്കമോർ മരത്തിൽ കയറി അവിടെ ഒളിച്ചിരുന്നു യേശുവിനെ കാണാൻ. അവൻ ആഗ്രഹിച്ചു എന്നതാണ്, അവന്റെ ഹൃദയം ആഗ്രഹിച്ചു യേശുവിനെ കാണാൻ. അപ്പോൾ അവന്റെ പൊക്കക്കുറവ് അവൻ്റെ ഒരു തടസ്സമായിരുന്നില്ല. അവന്റെ ആഗ്രഹം അവന്റെ പൊക്കക്കുറവിനേക്കാളും വലുതായിരുന്നു. അതുകൊണ്ട് അവനൊരു മാർഗം കണ്ടെത്തി സിക്കമോർ മരത്തിൽ കയറാൻ. ഈ സിക്കമോർ മരത്തിലും ഒരുപാട് പ്രത്യേകതകളുണ്ട്. അതൊരു സാധാരണ വൃക്ഷമാണ്. ഉയരം കുറഞ്ഞ ഒരുപാട് ശാഖകളുള്ള ഒരു സാധാരണ അത്തിവൃക്ഷം. പക്ഷേ അത് ഉൽപ്പാദിപ്പിക്കുന്ന ഫലത്തിനൊരു പ്രത്യേകതയുണ്ട്. സിക്കമോർ മരത്തിലെ ഫലങ്ങൾ മുറിവേറ്റാൽ മാത്രമേ പാകമാവുകയുള്ളൂ. ആ നാട്ടിലെ കർഷകര് ഇതിനകത്ത് ഫലങ്ങൾ വരുമ്പോൾ ഒരു മുള്ളുകൊണ്ടോ ഒരു കത്തി കൊണ്ടോ ഈ ഫലത്തിന്മേൽ ഒന്ന് കുത്തും. അപ്പോൾ അതിനകത്തുനിന്ന് പാല് പോലുള്ളൊരു ദ്രാവകം വരും. കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോഴാണ് അത് മധുരമുള്ള പഴമായി മാറുന്നത്, അല്ലെങ്കിൽ ആ പഴം ഭക്ഷണയോഗ്യമായി മാറുന്നത്. മുറിവേറ്റില്ലെങ്കിൽ അത് ഭക്ഷിക്കാൻ കൊള്ളില്ല. അങ്ങനെ ഒരു പ്രത്യേകത ഈ സിക്കമോർ മരത്തിലെ ഫലങ്ങൾക്ക് ഉണ്ട്. അപ്പോൾ ആന്തരികമായി മുറിവേറ്റവനായ സക്കേവൂസ് യേശുവിനെ കാണണമെന്നുള്ള ആഗ്രഹത്തിൽ മുറിവേറ്റാൽ മാത്രം ഫലം പാകമാക്കപ്പെടുന്ന സിക്കമോർ മരത്തിൽ കയറി. അവിടെ ഇരുന്നാണ് അവൻ യേശുവിനെ നോക്കുന്നത്. വിശുദ്ധ അഗസ്റ്റിൻ ഈ ഒരു സിക്കമോർ മരത്തെ ഇങ്ങനെ ഒരു സവിശേഷത ഇതിനുള്ളത് കൊണ്ട് തന്നെ കുരിശിന്റെ ഒരു നിഴലായിട്ടാണ് ഉപമിച്ചിരിക്കുന്നത് വിശുദ്ധ അഗസ്റ്റിൻ. യേശുവിന്റെ ദൃഷ്ടി ആഗ്രഹമുള്ള മുറിവേറ്റവനായ അവന്റെ മേൽ പതിക്കുന്നു. യേശു അവനോട് പറയുന്നു, സക്കേവൂസ് ഇറങ്ങി വരിക, എനിക്ക് ഇന്ന് നിന്റെ വീട്ടിൽ താമസിക്കേണ്ടിയിരിക്കുന്നു എന്ന്. മരത്തിലോട്ട് കയറിയപ്പോഴുള്ള ഒരു സക്കേവൂസ് അല്ല, മരത്തിൽ നിന്ന് ഇറങ്ങുമ്പോഴുള്ള ഒരു സക്കേവൂസ്. തിരിച്ചിറങ്ങി വരുന്നത് ഫലം പുറപ്പെടുവിക്കുന്ന സക്കേവൂസ് ആയിട്ടാണ്. മുറിവുമായി കയറി ഫലം പുറപ്പെടുവിക്കുന്ന സക്കേവൂസുമായിട്ടാണ് ആ സിക്കമോറിൽ നിന്ന് സക്കേവൂസ് ഇറങ്ങി വന്നത്. മറ്റൊന്നും യേശു പറഞ്ഞില്ല. എനിക്ക് നിന്റെ വീട്ടിലേക്ക് വരണം എന്നൊരു കാര്യം മാത്രമേ പറഞ്ഞുള്ളൂ. ഇവിടെ എന്താണ് സംഭവിച്ചത്? ഒറ്റ കാര്യം, യേശുവിന്റെ സ്നേഹം സക്കേവൂസിനെ കീഴടക്കി. അവന്റെ അപകർഷതാബോധത്തെയും അവന്റെ ഒറ്റപ്പെടലിനെയും അവനവിടെ ആവശ്യം സ്നേഹമായിരുന്നു. യേശുവിന്റെ ഈ ഒറ്റ വാക്കിലുള്ള സ്നേഹം അവന്റെ എല്ലാ ആന്തരിക മുറിവുകളെയും സൗഖ്യപ്പെടുത്തിയ ശേഷം അവൻ ഫലം പുറപ്പെടുവിക്കുന്നവനായി കൂടി മാറി. അവൻ പറയുന്നു,
ഞാൻ ദരിദ്രർക്ക് വിറ്റു കൊടുക്കുന്നു, ഞാൻ ആരുടെയെങ്കിലും വക വഞ്ചിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ അത് 4 ഇരട്ടിയായി കൊടുക്കുന്നു എന്ന്. അവൻ മാനസാന്തരപ്പെടുക മാത്രമല്ല, സുവിശേഷം ജീവിക്കുന്നവനായി കൂടി മാറിക്കഴിഞ്ഞു. അപ്പോഴാണ് യേശു പറയുന്നത്, ഇന്ന് ഈ ഭവനത്തിന് രക്ഷ കൈവന്നിരിക്കുന്നു. പശ്ചാത്താപവും മാനസാന്തരവും അതുവഴി സുവിശേഷം ജീവിക്കാനും തുടങ്ങുമ്പോൾ ആ ഭവനം രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. യേശുവിൻ്റെ കണ്ണുകൾ അവനിലേക്ക് പതിഞ്ഞ് മാനസാന്തരം ഉണ്ടായപ്പോൾ തന്നെ രക്ഷ അവൻ സ്വന്തമാക്കി. ആ ഭവനം, ആ ടോട്ടൽ ഫാമിലിയിലേക്ക് രക്ഷ കടന്നു വരുന്നത് അവൻ സുവിശേഷം ജീവിക്കാൻ ആരംഭിക്കുമ്പോഴാണ്. തൻ്റെ സ്വത്തുക്കൾ ദരിദ്രർക്ക് കൊടുക്കുകയും ശിഷ്ടകാലം ദൈവഹിതപ്രകാരമുള്ള ഒരു ജീവിതം നയിക്കാമെന്ന് തീരുമാനിക്കുകയും ചെയ്തപ്പോഴാണ്. ഈ ഒരു സുവിശേഷം നമ്മളെ പഠിപ്പിക്കുന്നത് സ്നേഹത്തിൻ്റെ ഒരു ശക്തിയാണ്. സ്നേഹം കൊണ്ട് എത്ര കഠിന ഹൃദയരെയും നമുക്ക് മാനസാന്തരപ്പെടുത്താൻ സാധിക്കും. നമ്മുടെ ചുറ്റുപാടുമുള്ളവരിലേക്ക് ഈ സ്നേഹത്തിൻ്റെ ജ്വാല തെളിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയട്ടെ. ഇവിടെ യേശു ക്രിസ്തു തന്നെ തന്നെ വെളിപ്പെടുത്തുന്നത് സ്നേഹമായിട്ടാണ്. സ്നേഹമായിട്ടാണ് വെളിപ്പെടുത്തുക എന്ന് വെച്ചാൽ യേശുവിൻ്റെ ദൈവത്വമാണ് അവിടെ വെളിപ്പെടുന്നത്. ദൈവം സ്നേഹമാണ്. അപ്പോൾ യേശു സ്നേഹം കൊണ്ട് കീഴടക്കുമെന്ന് പറയുമ്പോൾ തന്നിലെ ദൈവത്വമാണ്, താനും ദൈവമാണ്, തൃത്വത്തിലെ രണ്ടാമനാണ് എന്നാണ് അവിടെ പറയപ്പെടുന്നത്. യേശുവിൻ്റെ ദൈവത്വമാണ്, പിന്നെ യേശു ഏകരക്ഷകൻ എന്നതും. ദൈവം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. ദൈവരാജ്യം വളരട്ടെ.